ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് വെജിറ്റബിൾസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ചാനലിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കമന്റ്സിൽ അവിടെ പലർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരുപാട് പേർക്ക് ചില കാര്യങ്ങൾ സംശയമുണ്ട്. ഏതെല്ലാം വെജിറ്റബിൾസ് കഴിക്കണം, ഏതെല്ലാം വെജിറ്റബിൾസ് കഴിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ളൊരു സംശയം പലർക്കും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ഫുഡ്സ് ഏതൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ഫുഡ്സ് ടു അവോയ്ഡ് ആഫ്റ്റർ ഓവുലേഷൻ ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒപ്പം ഈ ഒരു വീഡിയോയും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ. ഈ ഒരു ഫുഡ് ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ മിസ്കാരേജ് ഉണ്ടാകും, അങ്ങനെയൊന്നും അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക്, അതായത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നതിനോ യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിനോ മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് ശരീരത്തിൽ ഉണ്ടാകുന്നതിനോ കാരണമാകും. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരികയാണെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ഒരാൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്റെ ശരീരമായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, അതായിരിക്കില്ല ചിലപ്പോൾ ഒരു 19കളിൽ നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പലർക്കും പലതരത്തിലുള്ള ബോഡി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഈ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഇതിനോടകം ഒരുപാട് ആളുകൾ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കാം കേട്ടോ. അതിൽ നിങ്ങളുടെ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണ് ഫോളോ ചെയ്തത്, അതിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നതായിട്ടുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ പറയുന്ന ഏറ്റവും ആദ്യത്തെ വെജിറ്റബിൾ എന്ന് പറയുന്നത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ പ്രഗ്നൻസി സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വീഡിയോസിൽ കേട്ടിട്ടുണ്ടാകും. ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ഈ വഴുതനങ്ങ എന്ന് പറയുന്നത്. ഇതിൽ ലാർജ് എമൗണ്ട് ഓഫ് ഫൈറ്റോ ഹോർമോൺസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ PMS ഉള്ള ആളുകൾക്കും അമിനോറിയ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും അതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പ്രഗ്നൻസി ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ബ്രിഞ്ചാൾ ഉപയോഗിക്കുന്നത് പലർക്കും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു തവണ ഒരു കഷ്ണം വഴുതനങ്ങ കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കറിയിൽ ഒരിച്ചിരി വഴുതനങ്ങ കഴിച്ചുകൊണ്ടോ അല്ല, ചിലർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാകും. ഒരാളുടെ യൂട്രസ് ആയിരിക്കില്ല അടുത്ത ആൾക്ക്. അതുകൊണ്ട് നിങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതാണ്. കുറച്ച് വഴുതനങ്ങ കറി കഴിച്ചു എന്ന് വെച്ചിട്ട് ഒരിക്കലും പ്രഗ്നൻസി നഷ്ടമായി പോയില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് അലോവേരയാണ്. നമുക്ക് സ്കിന്നിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാണ് ഈ അലോവേര എന്ന് പറയുന്നത്. പക്ഷേ ചില ആളുകൾ അലോവേരയുടെ ജ്യൂസ് ഉപയോഗിക്കാറുണ്ട്. ചിലർ കുപ്പിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ അത് അലോവേര ജ്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് അലോവേര എന്ന് പറയുന്നത്. പക്ഷേ ഏർലി സ്റ്റേജിൽ, പ്രഗ്നൻസിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നത് കോൺട്രാക്ഷൻസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പ്രീ ടൈം ലേബർ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഐറ്റത്തിൽ നിന്നും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഒന്ന് വിട്ടു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങാക്കോലാണ്. പ്രഗ്നൻസി ആ ഒരു ഓവുലേഷന് മുൻപുള്ള സമയത്ത് മുരിങ്ങാക്കോലാണെങ്കിലും മുരിങ്ങയിലയാണെങ്കിലും ഒരുപാട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ ഉപയോഗിക്കുന്നതും സ്പെർമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ശരീരത്തിന് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ നിങ്ങളിത് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സാമ്പാറിൽ നിന്ന് ഒരു കഷ്ണം മുരിങ്ങാക്കോല് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മുടെ പ്രഗ്നൻസി അത് നഷ്ടമാവില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുരിങ്ങാക്കോൽ, ഇപ്പൊ മുരിങ്ങാക്കോലിന്റെ മരം വീട്ടിലുള്ളവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈസിലി മുരിങ്ങാക്കോലാണെങ്കിലും മുരിങ്ങയിലയാണെങ്കിലും അവൈലബിൾ ആണ്. അങ്ങനെ വരുമ്പോഴേക്കും അത് റെക്കറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ തടയുക കേട്ടോ. അടുത്തത് നമ്മുടെ സ്പ്രൗട്ട്സ് ആണ്, മുള വന്നിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇതിപ്പോ മുളപ്പിച്ച് നമ്മൾ എടുക്കുന്ന ഭക്ഷണങ്ങളിലെ ചെറുപയറാണെങ്കിലും മറ്റുള്ള പയറുവർഗ്ഗങ്ങളാണെങ്കിലും ഉലുവയൊക്കെ മുളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. നമ്മളിത് വേവിക്കാതെ യൂസ് ചെയ്യുന്നത്, കുക്ക് ചെയ്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കുക്ക് ചെയ്തിട്ട് അപ്പം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിലൂടെ കിട്ടും. പക്ഷെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരുപാട് നേരം വെക്കുന്നുണ്ട്, അതുപോലെ കുക്ക് ചെയ്യാതെ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സാൽമോണല, ഈക്കോളി തുടങ്ങിയ ബാക്ടീരിയകൾ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഇത് കാരണമാകുന്നു. ഇത് നമുക്ക് മാത്രമല്ല കുഞ്ഞിനും ഹാംഫുള്ളി അഫക്ട് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് ഉപയോഗിക്കുമ്പോഴേക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്പ്രൗട്ട്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഏകദേശം നിങ്ങൾ മുള വന്ന് കഴിയുമ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അങ്ങനെ തന്നെ കുക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒരുപാട് നേരത്തേക്ക് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ റോ ഫോമിലും നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. അടുത്തത് നമ്മുടെ മുള്ളങ്കിയാണ്.
മുള്ളങ്കി ആണെങ്കിലും ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഒരുപാട് ആളുകളിൽ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ചില ആളുകൾക്കൊക്കെ ഫ്രീക്വന്റ് യൂറിനേഷനും ഈ ഒരു ഐറ്റം ഉപയോഗിക്കുമ്പോൾ കിട്ടും. ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് യൂറിനേഷൻ വരുന്നു, പക്ഷെ നമ്മൾ വെള്ളം ഒന്നും കുടിക്കുന്നില്ലെങ്കിൽ അതും ഒബ്വിയസ്ലി നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്ന ഒന്നാണ് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പാവയ്ക്കയാണ്. പാവയ്ക്ക നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. പ്രഗ്നൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചാൻസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, ഓവുലേഷൻ നടക്കുന്ന സമയത്തിനൊക്കെ വരെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഷുഗർ ലെവൽ നല്ലതുപോലെ ഡൗൺ ആയി പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നു. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അതിന്റെ പുറകെ വരും. ഷുഗർ ലെവൽ നന്നായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസിനസ് ഉണ്ടാകും. അതുപോലെ നമ്മൾ തലകറങ്ങി വീഴുന്ന ആ ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടും കേട്ടോ. ഒരു കഷ്ണം നമ്മൾ പാവയ്ക്കൊക്കെ മെഴുക്കുവരട്ടി നമ്മൾ ഉണ്ടാക്കുന്നു, അതിലൊരു ചെറിയൊരു അളവ് നമ്മൾ എടുത്ത് കഴിച്ചെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ കറി വെക്കുന്നതിൽ മെജോറിറ്റിയും നിങ്ങളുടെ ഉള്ളിലോട്ടാണ് പോകുന്നതെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും ഷുഗർ ലെവലിനെ അഫക്ട് ചെയ്യുന്നതിനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മിസ്കാരേജ് ഉണ്ടാക്കുകയല്ല, പക്ഷെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തും പ്രഗ്നന്റ് ആകുന്ന സമയത്തും ഇങ്ങനെ ഷുഗർ ലെവലൊക്കെ ഒറ്റയടിക്ക് ഡൗൺ ആയി പോകുന്നത് ആ ഒരു ഇംപ്ലാന്റേഷനൊക്കെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കഴിവതും നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ശരീരത്തിന് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിലും ശരീരത്തിന് ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുതെന്ന് പറയില്ലേ, അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ചില ആളുകൾ നല്ല ടേസ്റ്റിൽ പാവയ്ക്ക മെഴുക്കുവരട്ടൊക്കെ ഉണ്ടാകും. നല്ലതുപോലെ പാവയ്ക്കൊക്കെ അരിഞ്ഞ് നല്ല വഴറ്റി സവാളയൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ക്രാവിങ്സ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ജിഞ്ചറാണ്. പീരിയഡ്സിന്റെ സമയത്ത് ഇത് ഉപയോഗിച്ചിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. ഗ്രാമ്പു പോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ ജിഞ്ചർ വാട്ടറും എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇഞ്ചി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ചില ആളുകൾ ഇഞ്ചി ഉപയോഗിച്ചിട്ട് നാരങ്ങവെള്ളം ഉണ്ടാക്കും, ഇഞ്ചി ഉപയോഗിച്ചിട്ട് ചായ ഉണ്ടാക്കും. ഇത് എല്ലാ ദിവസവും നമ്മൾ കുടിക്കുന്നത്, ഒരു വലിയ പീസ് എടുത്തിട്ടാണെങ്കിലും നമ്മൾ കുടിക്കുന്നത് നല്ലതല്ല. ഇനിയിപ്പോൾ അത് കുറച്ച് പീസാണ് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. അതിൽ ഇഞ്ചി മാത്രമേ ഉള്ളൂ, കൂടുതൽ ഇഞ്ചി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതും അത് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചിക്കറി തന്നെ നമ്മൾ കഴിക്കുന്നതും ഒന്നും ശരീരത്തിന് നല്ലതല്ല. ചില വീടുകളിലൊക്കെ ഇഞ്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അളവിൽ വെച്ച് വെക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇഞ്ചിക്കറി എടുക്കുന്നു, ഉച്ചയ്ക്ക് എടുക്കുന്നു, രാത്രി എടുക്കുന്നു, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല എന്നാട്ടോ ഉദ്ദേശിച്ചത്. പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലർക്കും ഈ ഒരു എക്സസ് യൂസ് വരുന്നത് കാരണമാവുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ഫെർട്ടിലിറ്റി ബെനിഫിറ്റുകൾ തരുന്ന ഒന്നാണ്. ഫൈബർ ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്, അതുപോലെ കുഞ്ഞിന്റെ ബ്രെയിനിനും സ്പൈനിനും ഒക്കെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡിഫക്ട്സ് കുഞ്ഞിന് ഉണ്ടാകുന്നത് ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് വിറ്റമിൻ ബിയും വിറ്റമിൻ സിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. എനർജി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു പൊട്ടാറ്റോ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത്. പക്ഷേ മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഈ കിട്ടുന്ന ബെനിഫിറ്റുകൾക്കെല്ലാം വിപരീതമായിട്ട് ഫലം ചെയ്യും കേട്ടോ. ഇതിൽ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിനെയും മിമിക്ക് ചെയ്യാൻ തരത്തിലുള്ള ഹോർമോൺസ്, സാമ്യമായിട്ടുള്ള ഹോർമോൺസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ ഇത് ഒരുപാട് നിങ്ങളിട്ട് വേവിച്ച്, ഇപ്പോൾ ചില ആളുകൾ മുള വന്നിട്ടുള്ള ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ ബോയിൽ ചെയ്തിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മൾ എത്രത്തോളം ബോയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ ആ മുള വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ബാക്കിയുള്ള ഭാഗങ്ങളിലോട്ടും ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നത് നല്ലതല്ല കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുഞ്ഞിന് അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നു. ഒപ്പം നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോകുന്നതിനുള്ളൊരു കണ്ടീഷൻസ് ഉണ്ടാക്കുന്നതിനും ഇത് കാരണമാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ ഉരുളക്കിഴങ്ങ് കഴിക്കുക. മുള വന്നിട്ടുള്ള, അതായത് ഒന്ന് മുളച്ച് പൊങ്ങിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടാകും, അങ്ങനെയുള്ള ചെത്തി കളഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയുമാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ്. ഇത് നിങ്ങൾ ഒരിച്ചിരി കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ടുള്ള ഒരാൾ ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല എന്നും അല്ലാട്ടോ ഉദ്ദേശിച്ചത്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ പ്രഗ്നൻസി നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഒരു പടി കെയർ മുമ്പിൽ നിങ്ങൾ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.